ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതം. 142 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 29-ന് വോട്ടെടുപ്പ്. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ഉയർന്ന പകൽ താപനില മാറ്റമില്ലാതെ തുടരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പാറമേക്കാവ് ചമയ പ്രദർശനത്തിന് തുടക്കമായി. പൂരം ഇത്തവണ ചടങ്ങുകൾ മാത്രമായി നടക്കും. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രം. 142 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. അതേസമയം തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്നലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി. തമിഴ്നാട്ടിൽ 85.15%, പശ്ചിമബംഗാളിൽ 92.88%മാണ് പോളിംഗ് ശതമാനം. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തെ തുടർന്ന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം നിരീക്ഷണ ക്യാമറകളും വീഡിയോ ഡേറ്റയും കൈകാര്യം ചെയ്യുന്നതിന് കർശനമായ നിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. പോളിംഗ് ബൂത്തിലെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന SD കാർഡുകൾ വോട്ടെടുപ്പ് അവസാനിച്ച ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നീക്കം ചെയ്യാൻ അനുവാദമുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തുടരുകയാണ്. വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാനും സാധ്യതയുണ്ട്. അംഗനവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കും. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതികഠിനമായ ചൂട് തുടരുന്ന കൊല്ലം ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഉയർന്ന താപനിലയിൽ നിരവധി പേർക്ക് സൂര്യാതപം ഏറ്റ സംഭവങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെ പത്തനാപുരത്ത് ഒരു യുവതിക്കും രണ്ടാംകുറ്റിയിൽ 2 പേർക്കും സൂര്യാതപം ഏറ്റതായ റിപ്പോർട്ടുണ്ട്. ഉഷ്ണതരംഗ സാധ്യതയും താപനില അപകടകരമായി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മാസം 29 വരെ ജില്ലയിലെ സ്വകാര്യ ട്യൂഷൻ ക്ലാസുകൾക്കും അവധിക്കാല ക്ലാസുകൾക്കും ക്യാമ്പുകൾക്കും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. താപനില ഉയർന്ന സാഹചര്യത്തിൽ തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് പുറത്തിറക്കിയ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് തൊഴിൽ വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുത്ത വേനൽ ചൂടിൽ ആശ്വാസം പകരാൻ എറണാകുളം ജില്ലയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലുകൾ സജ്ജമാക്കി. തണ്ണീർ പന്തലുകളിൽ സംഭാരം, തണ്ണിമത്തൻ ജ്യൂസ് എന്നിവ വഴിയാത്രക്കാർക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. ഒരു റിപ്പോർട്ട്. കുടുംബശ്രീ CDSകളും ജെൻഡർ റിസോഴ്സ് സെന്ററുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തണ്ണീർ പന്തൽ പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിലുടനീളം സജീവമായി പുരോഗമിക്കുന്നു. മണീട്, ചോറ്റാനിക്കര, ആമ്പല്ലൂർ, തൃക്കാക്കര, ഇലഞ്ഞി, മുളന്തുരുത്തി തുടങ്ങി 26ഓളം കേന്ദ്രങ്ങളിലാണ് തണ്ണീർ പന്തലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തണ്ണീർ പന്തലിനൊപ്പം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് ക്യാമ്പയിനും വിവിധ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സ്നേഹിതയുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയാണ് ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തൃശൂർ വെടിക്കെട്ട് അപകടത്തിൽ കാണാതായവർക്കായി നടത്തിയ തിരച്ചിലിൽ ഇന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അപകട സ്ഥലത്തിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഇവ കണ്ടെത്തിയത്. പരിശോധന തുടരുകയാണ്. പാറമേക്കാവ് ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം ഇത്തവണ ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കിയാണ് നടത്തുന്നത്. വെടിക്കെട്ട് ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കുടമാറ്റത്തിൽ കുടകളുടെ എണ്ണം കുറയ്ക്കുകയും സമയം വെട്ടിച്ചുരുക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പഞ്ചായത്ത് രാജ് ദിനാശംസകൾ നേർന്നു. 73-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനാചരണം.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ വീണ്ടും 2 പാമ്പിനെ കണ്ടെത്തി. വീടിനകത്തു നിന്നും ഇന്നലെ മാത്രം 2 പാമ്പുകളെയാണ് കണ്ടെത്തിയത്. പ്രദേശത്ത് വനം വകുപ്പും സർപ്പ ടീം അംഗങ്ങളും പരിശോധന നടത്തി. സർപ്പ ടീം കുളിമുറിയുടെ തറ പൊളിച്ച് പരിശോധന നടത്തുകയാണ്. ഇതുവരെ ഈ വീട്ടിൽ നിന്ന് ലഭിച്ചത് ഉഗ്രവിഷമുള്ള 5 പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ്. സംസ്ഥാനത്ത് സമീപ ദിവസങ്ങളിൽ പാമ്പുകടിയേറ്റ് മരണം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയതായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. വനംവകുപ്പിന്റെ പരിശീലനം ലഭിച്ച 3600ഓളം സർപ്പ വോളണ്ടിയർമാരുടെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. പാമ്പുകടിയേറ്റുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. അടുത്ത മാസം 6 വരെ ഊർജിത ഉറവിട നശീകരണവും ബോധവൽക്കരണവുമാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചത്. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ക്യാമ്പയിന്റെ ബ്രോഷർ പ്രകാശനം ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തുകയും കൊതുക് ഉറവിട നശീകരണത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്ന സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ നിർദ്ദേശം നൽകി. ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള ADGP S ശ്രീജിത്തിനാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇന്നലെയാണ് തീരസുരക്ഷാ സേനയുടെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിക്കുകയായിരുന്നുവെന്ന് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ 4 വർഷ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കായി ഇന്റേൺഷിപ്പ് ആരംഭിച്ചു. ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ കോളേജിൽ ഇന്റേൺഷിപ്പ് തുടങ്ങുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആശയവിനിമയത്തിനും പഠനത്തിനുമുള്ള മാധ്യമം എന്നതിലപ്പുറം ഭാഷയുടെയും ഗവേഷണത്തിന്റെയും അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നുകൊടുക്കുകയാണ് തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. മലയാളം ബിരുദാനന്തര ഗവേഷണ വിഭാഗമാണ് അക്കാദമിക് ഗവേഷണവും രചനയും അടിസ്ഥാനമാക്കി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തുടങ്ങിയത്. തൊഴിൽ പരിശീലനത്തിന് പുറമെ ഗവേഷണ അഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 15 വിദ്യാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പിന് അവസരം ലഭിച്ചിട്ടുള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ബംഗളൂരുവിൽ രാത്രി 7:30 മത്സരം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച അച്ചപ്പാസ് ആൽബം എന്ന മലയാള ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ. ദീപ്തി പിള്ള ശിവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 966 പോയിന്റ് താഴ്ന്ന് 76,698-ലും നിഫ്റ്റി 270 പോയിന്റ് കുറഞ്ഞ് 23,903-ലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി നാളെ വിധി പറയും. കോളേജ് പതോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ MK റാം, ഓറൽ പതോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതം. 142 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 29-ന് വോട്ടെടുപ്പ്. ഇന്ന് ദേശീയ പഞ്ചായത്ത് രാജ് ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ഉയർന്ന പകൽ താപനില മാറ്റമില്ലാതെ തുടരുന്നു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള പാറമേക്കാവ് ചമയ പ്രദർശനത്തിന് തുടക്കമായി. പൂരം ഇത്തവണ ചടങ്ങുകൾ മാത്രമായി നടക്കും. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.